സുഖകരമായ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ ആരോടും വമ്പു പറഞ്ഞില്ല. ഒതുങ്ങി നടന്നു, കരുതി നടന്നു. റൊമാൻസ് അല്ല, കെമിസ്ട്രിയാണ് എൻ്റെ തൊഴിൽ എന്ന് എപ്പോഴും ഓർമ്മിച്ചിരുന്നു. എങ്കിലും രക്ഷപ്പെടാനായില്ല. ഒരു കാമുകിയുണ്ടായി. ലിറ്ററേച്ചർ ഓണേഴ്സിന് പഠിക്കുന്ന വിജയലക്ഷ്മി. ഒരിക്കൽ പോലും അവൾ എന്നെ കാണാൻ ആശുപത്രിയിൽ വന്നില്ല. മറ്റു പെൺകുട്ടികളുടെ നാവിനെ ഭയന്നാവാമെന്ന് ഞാൻ കരുതി. വിജയലക്ഷ്മിക്കും സഹതാപം നൽകാനുണ്ടാവും. വരാനിരിക്കുന്ന എൻ്റെ വൈരൂപ്യത്തെ ഓർത്ത് എല്ലാവരും മുൻകൂട്ടി സഹതപിക്കുന്നു. ബാൻഡേജുകൾ അഴിക്കുമ്പോൾ മുഖം എങ്ങനെയിരിക്കും? മൂക്കിൻ്റെ പാലത്തിൽ സൂചി കുത്തുന്നതുപോലെ വേദന ഉയരുന്നതെന്ത്? ഇടതു കവിളിൽ ഇഴന്നു നിൽക്കുമോ? മിനുസവും ചുവപ്പു നിറമുള്ള നേർത്ത തോലുകൊണ്ട് പൊതിഞ്ഞ തലയോട് പോലെയാവുമോ മുഖം? മുഖത്തിൻ്റെ ഒരു വശമെങ്കിലും. മുഖം അവസാനമായി അനാവരണം ചെയ്യുമ്പോൾ വിജയലക്ഷ്മി എൻ്റെ സൗന്ദര്യത്തിൻ്റെ പട്ടട കാണും. കണ്ടാൽ എന്തു സംഭവിക്കും? അവൾ തിരിഞ്ഞോടുമോ? വേദനിപ്പിക്കുന്ന ചിന്തയായിരുന്നു അത്. മാമ്പഴത്തെ പറ്റിയാണ് കവികൾ പാടുന്നത്, മാങ്ങയണ്ടിയെ പറ്റിയല്ല. പ്രേമവും കവിതയും തോഴന്മാരാണ്. എൻ്റെ മുഖം ആസിഡ് ചവച്ച് തുപ്പിയ മാങ്ങയണ്ടി പോലെയാവുമ്പോൾ വിജയലക്ഷ്മി കൂടെ നിൽക്കുമോ? കവികൾ പാടാറുള്ള അനശ്വര പ്രണയം ജീവിതത്തിലുണ്ടോ? പ്രണയം മാംസനിബന്ധമല്ലേ? വിജയലക്ഷ്മിയെ എന്നോടടുപ്പിച്ചത് എൻ്റെ തൊലിപ്പുറമേയുള്ള സൗന്ദര്യമല്ലേ? ഒരാഴ്ച കഴിഞ്ഞു. കെട്ടുകൾ അഴിക്കേണ്ട ദിവസമായി. ഞാൻ ആശുപത്രിയിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു, ബി ബ്രേവ് ശ്രീനിവാസൻ, ധൈര്യമായിരിക്കണം. അപ്പോൾ മുഖത്തിൻ്റെ വൈരൂപ്യം അതിഭയങ്കരമായിരിക്കും. ഡോക്ടർ ഒളിച്ചുകളി അവസാനിപ്പിച്ചിരിക്കുന്നു. ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോലും ഞെട്ടിയെന്ന് തോന്നി. എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐ ആം സോറി ശ്രീനിവാസൻ, മുഖത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ